വിയൂർ ജയിൽ തടവുകാരന് മർദ്ദനമേറ്റതിൽ സൂപ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി NIA കോടതി. സൂപ്രണ്ടിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഈ മാസം 24-ന് വിയൂർ പൂജപ്പുര ജയിൽ സൂപ്രണ്ടുമാർ ഹാജരാകണം എന്ന് NIA കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിപിൻ, എന്താണ് സംഭവിച്ചത്? ഈ വിമർശനത്തിനൊക്കെ ഇടയാക്കിയ സംഭവം എന്താണ്? വിജയകുമാർ, വിയൂർ സെൻട്രൽ ജയിലിലെ 2 പ്രതികൾക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ക്രൂരമായ മർദ്ദനമേറ്റു എന്നുള്ളതായിരുന്നു ഈ പരാതി. അങ്ങനെ മർദ്ദനമേറ്റത് പിന്നീട് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയായിരുന്നു. NIA കോടതി ഈ കേസ് പരിഗണിച്ച ഒരു സമയത്ത് ഇന്നിപ്പോൾ ഇതിൽ പ്രതിപട്ടികയിലുള്ള ഈ PM മനോജ്, മർദ്ദനമേറ്റ PM മനോജ് എന്നുള്ള ആളെ ഹാജരാക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഹാജരാക്കിയില്ല. അതിന്റെ വിശദീകരണം ചോദിച്ചുകൊണ്ടാണ് ഈ കേസ് ഇന്ന് NIA കോടതി എടുത്തത്. അതിൽ അതിരൂക്ഷ വിമർശനമാണ് വിയൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടിനുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസ് പരിഗണിച്ച സമയത്ത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നു. വിയൂർ സെൻട്രൽ ജയിലിലെ ഒരേ ഒരു ക്യാമറ മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഈ ഒരു സൂപ്രണ്ട് ഇപ്പോൾ NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. 165 ക്യാമറകളിൽ 1 മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതീവ സുരക്ഷയുള്ള ഒരു ജയിൽ എന്ന് നമ്മളൊക്കെ കരുതുന്ന ഒരു ജയിലിലെ ഒരു സ്ഥിതിയാണിത്. ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമിയൊക്കെ പുറത്ത് ചാടിപ്പോയ ഒരു സമയത്തൊക്കെ അവിടുത്തെ സുരക്ഷ കൂട്ടും, അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പോകും എന്നൊക്കെ ഉറപ്പ് നൽകിയതാണ്. എന്നിട്ടും വിയൂർ സെൻട്രൽ ജയിലിലെ ഒരേ ഒരു ക്യാമറ മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമുള്ളത്. ഇത് രേഖാമൂലം തന്നെ ഇപ്പോൾ കോടതിയിൽ ഈ സൂപ്രണ്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിയൂർ ജയിലിലെ ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് PM മനോജ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിരുന്നു. ഈ മെഡിക്കൽ രേഖകൾ ഹാജരാക്കിയിട്ടില്ല. ഒപ്പം തന്നെ ഈ സൂപ്രണ്ടിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നും PM മനോജ് ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അവിടെ നിരാഹാരം കിടക്കുകയാണ്. അത് അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ച് ഈ ഒരു മർദ്ദനമേറ്റിട്ടുള്ള വിയൂർ സെൻട്രൽ ജയിലിലേക്ക് റീട്രാൻസ്ഫർ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതും ഇന്നിപ്പോൾ കോടതി ചോദിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം ബോധിപ്പിക്കുകയും വേണം. അതൊക്കെ തന്നെ പരിശോധിക്കാൻ 24-ന് വിയൂരിലെയും പൂജപ്പുരയിലെയും സൂപ്രണ്ടുമാർ ഈ മാസം 24-നാണ് ഈ 2 ജയിലിലെയും സൂപ്രണ്ടുമാർ നേരിട്ട് ഹാജരായി കൊച്ചിയിലെ NIA കോടതിക്ക് മുൻപാകെ വിശദീകരണം നൽകണം എന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ കുറച്ച് അസാധാരണമായ ഉത്തരവ് തന്നെയാണ് അക്കാര്യത്തിൽ കോടതി നൽകിയിരിക്കുന്നത്. ഈ ജയിൽ ചാട്ടവും അനുബന്ധ വിവാദങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞിട്ടും ജയിലിലെ കാര്യങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്നൊരു സൂചന കൂടിയും ഈ വാർത്തയിൽ, ഈ റിപ്പോർട്ടിലുണ്ട്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.